വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് LDF. വയനാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും വിജയിക്കാനാണ് ഈ മത്സരമെന്നും LDF സ്ഥാനാർത്ഥി ആനി രാജ പ്രതികരിച്ചു. പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് റോഡ് ഷോ നടന്നു. വിജയിക്കാനുള്ള മത്സരമാണിതെന്നും മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ അനുകൂലമായി ചിന്തിക്കുമെന്നും ആനിരാജ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കും, ജനങ്ങളോടൊപ്പം ചേർന്നു നിന്ന് അതിൽ പങ്കാളിയാകുമെന്നും ആനി വ്യക്തമാക്കി. വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ 20 സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വിമർശനങ്ങൾക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതീതരല്ല. അതുകൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണെന്നോ അവർ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണെന്നോ എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. രാവിലെ 10:30 വയനാട് അതിർത്തിയിലെ ബോയ്സ് ടൗണിലെത്തിയ സ്ഥാനാർത്ഥിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ മാനന്തവാടിയിലേക്ക് നഗരം ചുറ്റി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത സ്ഥാനാർത്ഥി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. വൈകിട്ട് 6 മണിയോടെ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഓഫീസിന് സമീപത്തു നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ 100 കണക്കിന് ഇടതുമുന്നണി പ്രവർത്തകർ പങ്കെടുത്തു. കൽപ്പറ്റ കാനറ ബാങ്ക് പരിസരത്താണ് റോഡ് ഷോ അവസാനിച്ചത്. നാളെ തിരുവമ്പാടി മണ്ഡലത്തിലാണ് റോഡ് ഷോ നടക്കുക. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.